നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. കുട്ടിക്ക് പേരിടുന്ന സമയത്ത് നല്ലൊരു പേര് കണ്ടുപിടിക്കുക അല്ലാതെ ഭൂരിഭാഗം ആളുകളും മറ്റൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ചില ആളുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ പേരിടാറുള്ളൂ. പേരിൻ്റെ ആദ്യ അക്ഷരം ആ വ്യക്തിയുടെ സ്വഭാവത്തെ കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. എ എന്ന അക്ഷരത്തിലാണ് പേര് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവർ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നവരായിരിക്കും. ജോലിയിലായാലും പഠിത്തത്തിലായാലും അത് പൂർത്തിയാക്കുന്നതിന് ഇവർ വളരെയധികം പരിശ്രമിക്കും. അപാര ധൈര്യശാലികളും പരിശ്രമികളുമായിരിക്കും. ഇവർ ഒരിക്കലും പരാജയം സമ്മതിക്കില്ല. ഏത് കാര്യവും അത് സന്തോഷമുണ്ടാക്കുന്നതോ സങ്കടമുണ്ടാക്കുന്നതോ ആയാലും വളച്ചൊടിക്കാതെ നേരെ പറയുന്നതാണ് ഇവർക്കിഷ്ടം. ഇവർ എപ്പോഴും ആകർഷണീയരായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. തൻ്റെ പ്രിയപ്പെട്ടവരെ എന്നും പ്രാധാന്യത്തോടെ കാണുന്നവർ കൂടിയായിരിക്കും. ഇനി ബി എന്ന അക്ഷരത്തിലാണെങ്കിൽ ഇവർ അല്പം നാണം കുണുങ്ങികളും തൊട്ടാവാടികളുമൊക്കെ ആയിരിക്കും. സൗന്ദര്യമുള്ള എല്ലാത്തിനോടും ഇവർക്ക് വല്ലാത്ത ഭ്രമമായിരിക്കും. ജീവിതത്തിൽ എന്നും പുതിയ വഴികൾ തേടാൻ ഇവർ ഇഷ്ടപ്പെടും. ഇവരുടെ ജീവിതം രഹസ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. പ്രണയവിഷയത്തിൽ ഇവർ സ്നേഹത്തിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. പ്രണയത്തിൽ ഇവർ പലപ്പോഴും ചതിക്കപ്പെടാറുണ്ട്. ഇവർക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. സി എന്ന അക്ഷരത്തിലാണെങ്കിൽ ഇവർ കാണാൻ വളരെ ആകർഷണീയരായിരിക്കും. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും. സുഖത്തിൽ കൂടെ നിന്നില്ലെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ സഹായിക്കാൻ ഇവർ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവർക്ക് എല്ലാ മേഖലകളിലും വിജയം ഉറപ്പാണ്. അല്പം കൂടുതൽ ഇമോഷണൽ സ്വഭാവമുള്ളവരായിരിക്കും ഈ സി എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ. ഇനി ഡി എന്ന അക്ഷരത്തെ നോക്കാം. ഇവർ വളരെ ആകർഷണീയരും ഉന്മേഷമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരും പ്രണയ വിഷയത്തിൽ അല്പം നിർബന്ധ ബുദ്ധിക്കാരുമായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനാണ് ഇവർക്ക് ഏറെ ഇഷ്ടം. ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നടത്തിയ ശേഷമേ പിൻവാങ്ങുകയുള്ളൂ. ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ അവരെ സ്വന്തമാക്കാൻ ഏതറ്റവും ഇവർ പോകും. ഈ എന്ന അക്ഷരത്തിൽ ഉള്ളവരാണെങ്കിൽ ചിട്ടയായ ജീവിതം നയിക്കാൻ ഇവർക്ക് എല്ലാ വസ്തുതകളും അടുക്കും ചിട്ടയോടും ഇരിക്കുന്നതാണ് ഏറെ ഇഷ്ടം. രസികന്മാരും ചിരിയും തമാശയും നിറഞ്ഞ ജീവിതം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കില്ല. പ്രണയം അസ്ഥിയിൽ പിടിച്ച പോലെ കാട്ടുമെങ്കിലും ഇവർ ആരിലാണ് ആകർഷകരാവുക എന്ന് പറയാൻ സാധിക്കില്ല. ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ഇവർ തികച്ചും ആത്മാർത്ഥതയുള്ളവരായിരിക്കും. ഇവർക്ക് ആഗ്രഹിക്കുന്നതെന്നും ലഭ്യമാകും. എഫ് എന്ന അക്ഷരത്തിലാണെങ്കിൽ ഇവർ കാണാൻ വളരെ സെക്സിയും ആകർഷണീയരുമായിരിക്കും. തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഇവർ വളരെ ആലോചിച്ചു മാത്രമേ ചിലവുകൾ നടത്തുകയുള്ളൂ. വളരെ ഉത്തരവാദിത്വമുള്ളവരും പ്രണയത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. ജി എന്ന അക്ഷരത്തിലാണെങ്കിൽ തൻ്റെ പ്രവർത്തികളിൽ നിന്ന് തന്നെ പാഠം ഉൾക്കൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. പലപ്പോഴും തൻ്റെ ആവശ്യങ്ങൾ പോലും ഒഴിവാക്കി മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായിരിക്കുന്നവരായിരിക്കും. സ്വന്തം അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണ്. ഇനി എച്ച് എന്ന അക്ഷരത്തിലാണെങ്കിൽ ഏത് അർദ്ധരാത്രിയിലും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരും പെട്ടെന്ന് ശരിയായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും എച്ച് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ. പണത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്നവരായിരിക്കും. സത്യസന്ധരും മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ കഴിയുന്നവരുമായിരിക്കും. പ്രണയിച്ചാൽ അത് നിലനിർത്താൻ വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും ഇവർ ഒരിക്കലും മടിക്കില്ല. ഐ എന്ന അക്ഷരമാണെങ്കിൽ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും. അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ ഐ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരിൽ കൂടുതൽ പേരും കലാകാരന്മാരായിരിക്കും. വാക്കിന് സ്ഥിരത ഇല്ലാത്തവരായിരിക്കും. ഒരുപാട് അവസരങ്ങൾ കിട്ടുമെങ്കിലും തൻ്റെ മാത്രമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഇനി ജെ എന്ന അക്ഷരമാണെങ്കിൽ ഈ അക്ഷരത്തിൽ തുടങ്ങുന്നവർ പിടിവാശിക്കാരും സ്ഥിരതയില്ലാത്ത സ്വഭാവത്തിനുടമകളുമായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ ഈ ജെ എന്ന അക്ഷരക്കാർ പിന്മാറുകയുള്ളൂ. തനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിത അവസാനം വരെ ഒപ്പം നിൽക്കാൻ ഇവർ തയ്യാറായിരിക്കും. ഇക്കൂട്ടരെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടായിരിക്കും. കെ എന്ന അക്ഷരത്തിലാണ് പേര് തുടങ്ങുന്നതെങ്കിൽ എന്തും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. സ്വന്തം കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരും എല്ലാ കാര്യത്തിലും കൃത്യത ആഗ്രഹിക്കുന്നവരുമായിരിക്കും. സാമർഥ്യമുള്ള പങ്കാളികളെ സ്വന്തമാക്കാനായിരിക്കും ഇവർക്ക് ഏറെ താല്പര്യം. പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. എൽ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ പൊതുവെ സ്വപ്നജീവികളായിരിക്കും. ഇവർക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആത്മാർത്ഥ പ്രണയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇവർ ആദർശവാദികളായിരിക്കും. കാണാൻ നല്ല ആകർഷണീയത ഉള്ളവരുമായിരിക്കും. എം എന്ന അക്ഷരമാണെങ്കിൽ കുടുംബത്തോട് പ്രത്യേക സ്നേഹമുള്ളവരായിരിക്കും. പണം ചെലവാക്കുന്നതിൽ ഒരു മടിയും കാണിക്കാറില്ല. ഇവർ വളരെയേറെ രഹസ്യ സ്വഭാവമുള്ളവരും
നേരിട്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും മനസ്സിൽ കൊണ്ടു നടന്ന് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഈ എം എന്ന അക്ഷരക്കാരെ വളരെ സൂക്ഷിക്കേണ്ടതുമാണ്. താൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ പങ്കാളിയും തന്നെയും സ്നേഹിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പിടിവാശി പിടിക്കുകയും ചെയ്യും. എൻ എന്ന അക്ഷരമാണെങ്കിൽ ചെയ്യുന്ന ജോലികൾ എപ്പോഴും വളരെ കുറ്റമറ്റതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവർ തുറന്ന മനസ്സിൻ്റെ ഉടമകളായിരിക്കും. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവരിൽ കൂടുതലായിരിക്കും. പ്രണയകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കും. എന്നാൽ ചിലപ്പോൾ ചതിക്കാനും ഇവർ മടിക്കാറില്ല. ഓ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കും. കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവർ അതിബുദ്ധിശാലികളായിരിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഇവർ ഒരാളെ മനസ്സിൽ കൊണ്ടു നടന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുകയില്ല. ഇവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കുന്നവരായിരിക്കും. പി എന്ന അക്ഷരത്തിൽ ഉള്ളവരാണെങ്കിൽ ഏറ്റെടുക്കുന്ന ജോലികൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ പൂർത്തീകരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാതെ തീർക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും. ക്യു എന്ന അക്ഷരത്തിലാണെങ്കിൽ വിശ്വസ്തരും സത്യസന്ധരും സഹനശക്തിയുമുള്ള ആളുകളായിരിക്കും. എല്ലാവരും ഇവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ആർ എന്ന അക്ഷരം കുടുംബ ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അതുപോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിലും മുൻപന്തിയിലെത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. സൗന്ദര്യ ആരാധകരായ ഇവരുടെ ദാമ്പത്യ ബന്ധം അത്ര സുഖകരമായിരിക്കില്ല. വളരെ ഒതുങ്ങി ജീവിക്കുന്ന സ്വഭാവക്കാരും ടെൻഷൻ അധികം ആഗ്രഹിക്കാത്തവരുമായിരിക്കും. ഇനി എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ വളരെയധികം പരിശ്രമികളും സംസാരത്തിലൂടെ ആരെയും പാട്ടിലാക്കാനുള്ള പ്രത്യേക കഴിവും ഈ എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർക്കുണ്ടായിരിക്കും. പൊതുവെ നന്മയുള്ള സ്വഭാവത്തിനുടമകളാണെങ്കിലും പലപ്പോഴും ഇവരുടെ സംസാര രീതി മറ്റുള്ളവരിൽ അലോസരമുണ്ടാക്കും. ഏതൊരു കാര്യവും ചിന്തിച്ച് മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ. പ്രണയത്തിൻ്റെ കാര്യത്തിൽ അല്പം നാണം കുണികൾ ആയിരിക്കും എന്ന് ആണ് ഒരു പ്രത്യേകത. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുകയാണെങ്കിൽ പരിശ്രമികളാണെങ്കിലും പണത്തിന് ഒരു കുറവും ഇല്ലാത്തവരായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരിക്കും. പണം ചെലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. വളരെ റൊമാൻറ്റിക് സ്വഭാവക്കാരായിരിക്കും ഇവർ. ആകർഷണീയ വ്യക്തിത്വത്തിനുടമകളായ ഇവർ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും. യു എന്ന അക്ഷരത്തിലുള്ളവരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഏറെ പരിശ്രമികളാണെങ്കിലും പലപ്പോഴും അത് പരാജയത്തിലാണ് കലാശിക്കുക. സ്വന്തം സന്തോഷത്തേക്കാൾ പങ്കാളിയുടെ സന്തോഷത്തിന് മുൻതൂക്കം നൽകുന്നവരായിരിക്കും. ഉന്നതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവർ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഇനി വി എന്ന അക്ഷരം സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവക്കാരാണ്. തമാശകൾ പോലും സീരിയസ് ആയി എടുത്ത് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അലസ സ്വഭാവക്കാരായിരിക്കും. ഇവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നടക്കില്ല. ഡബ്ല്യു എന്ന അക്ഷരമാണെങ്കിൽ ഈഗോ വളരെയധികമുള്ളവരും ഹൃദയവിശാലത തീരെ ഇല്ലാത്തവരും എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. സ്വയം പുകഴ്ത്തുന്നത് ഇവർക്ക് ഏറെ ഇഷ്ടമാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഇവർ വിജയിച്ചിരിക്കും. സ്നേഹം പുറത്ത് പ്രകടിപ്പിച്ചെങ്കിലും വളരെ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും. ഇനി എക്സ് എന്ന അക്ഷരമാണെങ്കിൽ എന്തു പറയുന്നു എന്തു ചെയ്യുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത സ്വഭാവക്കാരായിരിക്കും. പലപ്പോഴും ഇവരെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഇവർ കഴിഞ്ഞ് വേറെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്ന് ജോലികൾ ചെയ്തു തീർക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ദേഷ്യം പെട്ടെന്ന് വരുന്ന ഇക്കൂട്ടർക്ക് പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒന്നിലധികം പേരെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഇനി വൈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവരാണെങ്കിൽ ഭക്ഷണപ്രിയരും പണം ചെലവാക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരുമായിരിക്കും. വൈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അതിനെ നേരായ മാർഗം കാട്ടിക്കൊടുക്കാൻ ഇവർ മിടുക്കരായിരിക്കും. പങ്കാളിയുടെ ഒരു കാര്യവും ഇവർ ഓർത്തു വയ്ക്കാറില്ലെങ്കിലും ഇവരുടെ സ്നേഹത്തിന് മുൻപിൽ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ ക്ഷമിക്കപ്പെടുന്നു. വളരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ വൈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർക്കുണ്ടായിരിക്കും. ഇനി സെഡ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരാണെങ്കിൽ കാഴ്ചയിൽ സാധാരണക്കാരെ പോലെയാണെങ്കിലും അതീവ ബുദ്ധിശാലികളായിരിക്കും. എന്തും തുറന്നു പറയുന്ന ഇവർ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റൊമാൻറ്റിക് സ്വഭാവക്കാരായ ഇവർക്ക് ആരെയും പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. തനിക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ പുതിയ അവസരങ്ങൾ തേടി ഇവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. നമുക്ക് ഇതെല്ലാം കേട്ട് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി അല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു രസത്തിനായിട്ടാണെങ്കിലും എല്ലാവർക്കും ഇത് അറിയാൻ സാധിക്കും. ദിവസവും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി ടിപ്സ് ഫോർ യു.